ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബി ബി ഹൗസ് ഒരു ഹോട്ടലായി മാറുകയാണ്. അങ്ങനെ അനുമോൾക്ക് കിട്ടിയ ടാസ്ക് എന്ന് പറയുന്നത് ഹോട്ടൽ മാനേജർ ആയിട്ടാണ്. ഹോട്ടലിലെ പ്രധാന നടത്തിപ്പുകാരെയും ജോലിക്കാരെയും ജീവനക്കാരെയും പറ്റി സംസാരിക്കുന്നതിൽ അതീവ താല്പര്യമുള്ള ഒരാളാണ് ഹോട്ടൽ മാനേജർ എന്ന് പറയുന്നത്. ജനറൽ മാനേജർക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതും ജീവനക്കാർ റിപ്പോർട്ട് ചെയ്യേണ്ടത് മാനേജറുടെ അടുത്തുമാണ്. ആദില വന്നിട്ട് ഹോട്ടൽ ഉടമയുടെ മകളാണ്, ഒരു പണക്കാരിയാണ്. വൈകുന്നേരം ആകുമ്പോഴേക്കും ആദിലേൻ്റെ കൈകളിലേക്ക് എത്താൻ പോകുന്നത് വളരെ മൂല്യമുള്ളൊരു സാധനമായിരിക്കും. ആദിലേൻ്റെ ഫ്രണ്ടായിട്ട് വരുന്നത് ആര്യനാണ്. ആര്യൻ ആദിലേൻ്റെ സ്വത്തിൽ മാത്രം കണ്ണുള്ള ഒരാളാണ്, അതേപോലെ ഒരു ഗിറ്റാറിസ്റ്റുമാണ്. പിന്നെ വരുന്നത് ലക്ഷ്മിയാണ് ജനറൽ മാനേജറായിട്ട് വരുന്നത്. ഇവർക്ക് 3 പേർക്കുമാണ് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. ഇവർ 3 പേരിൽ നിന്നും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരാളെ ക്യാപ്റ്റൻ ആക്കുക തന്നെ ചെയ്യും. മോശം പ്രകടനം കാഴ്ചവെക്കുന്ന ആളെ ജയിലിലേക്ക് ഡയറക്റ്റായിട്ട് നോമിനേറ്റ് ചെയ്യാൻ വരുന്ന അതിഥികൾക്ക് സാധിക്കും. 10 സ്റ്റാറുകൾ ഒരു ദിവസം ജനറൽ മാനേജറിൻ്റെ കയ്യിൽ കൊടുക്കും. ആ 10 സ്റ്റാർ അതായത് ലക്ഷ്മീൻ്റെ കയ്യിൽ കൊടുക്കും. ലക്ഷ്മിയാണ് ബാക്കിയുള്ള ജീവനക്കാർക്ക് എല്ലാവർക്കും വിതരണം ചെയ്ത് കൊടുക്കേണ്ടത്. ഷാനവാസും അനീഷും എന്ന് പറഞ്ഞാൽ റൂം ക്ലീനിങ് ഒക്കെ ചെയ്യുന്നത്, അതായത് മാനേജറും ഹോട്ടൽ ജനറൽ മാനേജറൊന്നും അറിയാതെ വീട്ടിൽ വരുന്ന അതിഥികളുടെ കയ്യിൽ നിന്ന് ടിപ്പ് വാങ്ങൽ. സാബുമോൻ വന്നിട്ട് ഒരു പ്രതിമയായിട്ടാണ്, ഒരു മാജിക്കൽ പവർ ഉള്ളൊരു പ്രതിമയായിട്ട് 5 മിനിറ്റ് മാത്രമാണ് ഭക്ഷണം കഴിക്കാൻ സമയം കൊടുക്കുകയുള്ളൂ. ആ സമയത്തിനുള്ളിൽ ഭക്ഷണം കഴിച്ച് തിരിച്ച് വന്നിട്ടില്ലെങ്കിൽ ആ പവർ നഷ്ടമാകും. അതേപോലെ തന്നെ നമ്മുടെ ബിന്നി വന്നിട്ട് ഷെഫാണ്, അതേപോലെ ഒനീലും ഷെഫാണ്, ജിഷനും ഷെഫാണ്. പിന്നെ ടോയ്ലറ്റ് ക്ലീനിങ് വന്നിട്ട് നമ്മുടെ നൂറയും അഭിലാഷുമാണ്. ജിസയിൽ ഒരു കമാൻഡർ ഓഫീസറാണ്. ഇവർക്ക് വീട്ടിൽ വരുന്ന അതിഥികൾക്ക് സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് ജിസയിൽ.